ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വേൾഡ്. PSC ഡ്രൈവർ എന്ന തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷകളിൽ മുൻവർഷങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 6 ആണ്. ഇതിനു മുൻപ് ചെയ്ത ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. മുൻപ് ചെയ്ത ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനലിൽ PSC ഡ്രൈവർ എക്സാം സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാലും നിങ്ങൾക്ക് മുൻപ് ചെയ്ത ക്ലാസ്സുകൾ കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ചരക്കു വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം ഡാഷ് ആകുന്നു. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, വെള്ള. ചരക്കു വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം വെള്ളയാകുന്നു. അടുത്ത ചോദ്യം നോക്കാം. ബ്രീത്ത് അനലൈസർ മുഖേനയുള്ള പരിശോധനയിൽ രക്തത്തിൽ ഡാഷിൽ കൂടുതൽ ആൽക്കഹോൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ വാഹനത്തിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 30 mg/100 ml. ബ്രീത്ത് അനലൈസർ മുഖേനയുള്ള പരിശോധനയിൽ രക്തത്തിൽ 30 mg/100 ml കൂടുതൽ ആൽക്കഹോൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ വാഹനത്തിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീരുന്നതിൻ്റെ എത്ര നാൾ വരെ മുൻപ് പുതുക്കാം? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 വർഷം. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീരുന്നതിൻ്റെ എത്ര നാൾ വരെ മുൻപ് പുതുക്കാം? 1 വർഷം. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം? ഏതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ഫോം 59. ഫോം 59 ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം. അടുത്ത ചോദ്യം, ട്രാഫിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ട്രാഫിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം ചേർന്നത്. ഏതൊക്കെയാണ്? എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും, കാൽനടക്കാർ, ഒറ്റക്കോ കൂട്ടം കൂടിയോ നടക്കുന്ന മൃഗങ്ങൾ. ഇവയൊക്കെയാണ് ട്രാഫിക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, ഭാരത് സ്റ്റേജ് 6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഡാഷ് ആകുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 വർഷം. ഭാരത് സ്റ്റേജ് 6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 1 വർഷമാകുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഫ്ലഡ് ഗേജ് ഒരു ഡാഷ് അടയാളമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വിവരദായക ചിഹ്നം. ഫ്ലഡ് ഗേജ് എന്താണ്? ഫ്ലഡ് ഗേജ് ഒരു വിവരദായക ചിഹ്നമാണ്. അടുത്ത ചോദ്യം, ഒരു ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്ന ഡ്രൈവറായ നിങ്ങൾക്ക് അഭിമുഖമായി ഗിവ് വേ എന്ന് എഴുതിയ സൈൻ ബോർഡ് കാണുന്നു. ഇത് എന്ത് നിർദ്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്? ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, മറ്റു വാഹനങ്ങൾക്ക് ഞാൻ വഴിമാറി കൊടുക്കണം. ഗിവ് വേ എന്നെഴുതിയ സൈൻ ബോർഡ് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? മറ്റു വാഹനങ്ങൾക്ക് വഴിമാറി കൊടുക്കണം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ സ്കൂൾ പരിസരത്ത് മോട്ടോർ വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ ഡാഷ് കിലോമീറ്റർ ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. എത്രയാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ എ, 30 കിലോമീറ്റർ. കേരളത്തിൽ സ്കൂൾ പരിസരത്ത് മോട്ടോർ വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്റർ ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ചോദ്യം, 15 വർഷം കഴിഞ്ഞ സ്വകാര്യ മോട്ടോർ കാറുകളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ഗ്രീൻ ടാക്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 600 രൂപ. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ മോട്ടോർ കാറുകളുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ഗ്രീൻ ടാക്സ് 600 രൂപയാണ്. അടുത്ത ചോദ്യം നോക്കാം. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുന്നതിനാവശ്യമായ വീതിയില്ലാത്ത കുത്തനെയുള്ള റോഡുകളിലും മലപ്രദേശത്തുള്ള റോഡുകളിലും
ഏതു വാഹനത്തിന് മുൻഗണന നൽകണം? ആൻസർ ഓപ്ഷൻ ബി ആണ്, കയറ്റം കയറി വരുന്ന വാഹനത്തിന്. വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുന്നതിനാവശ്യമായ വീതിയില്ലാത്ത കുത്തനെയുള്ള റോഡുകളിലും മലപ്രദേശത്തുള്ള റോഡുകളിലും കയറ്റം കയറി വരുന്ന വാഹനത്തിനാണ് മുൻഗണന നൽകേണ്ടത്. അടുത്ത ചോദ്യം, വാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റിംഗ് ടേപ്പിൻ്റെ നിറം. വാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റിംഗ് ടേപ്പിൻ്റെ നിറം എന്താണ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ചുവപ്പ്. ചുവപ്പ് നിറമാണ് വാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റിംഗ് ടേപ്പിൻ്റെ നിറം. അടുത്ത ചോദ്യം നോക്കാം. തൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ഡ്രൈവർ എത്രയും വേഗം ഡാഷ് സമയത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 24 മണിക്കൂർ. തൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ ഡ്രൈവർ 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത ചോദ്യം, മദ്യപിച്ച് വാഹനമോടിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഫൈനും തടവ് ശിക്ഷയും ലൈസൻസ് അയോഗ്യതയും കിട്ടാവുന്ന കുറ്റമാണ്. ഫൈനും തടവ് ശിക്ഷയും ലൈസൻസ് അയോഗ്യതയും കിട്ടാവുന്ന കുറ്റമാണ് മദ്യപിച്ച് വാഹനമോടിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് ഉപയോഗിക്കേണ്ട ഫോമുകൾ. ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് ഉപയോഗിക്കേണ്ട ഫോമുകൾ ഏതൊക്കെയാണ്? ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫോം 29, ഫോം 30. ഫോം 29ഉം ഫോം 30ഉമാണ് ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് ഉപയോഗിക്കേണ്ട ഫോമുകൾ. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ വാഹനമോടിച്ചു മറ്റൊരു വാഹനത്തെ പിന്തുടരുമ്പോൾ എത്ര അകലം പാലിക്കണം? നിങ്ങൾ വാഹനമോടിച്ചു മറ്റൊരു വാഹനത്തെ പിന്തുടരുമ്പോൾ എത്ര അകലം പാലിക്കണം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മുന്നിലെ വാഹനം സഡൻ ബ്രേക്ക് ചെയ്തു നിർത്തിയാലും നിങ്ങൾക്ക് സുരക്ഷിതമായി നിർത്താനാകുന്ന അകലം. മുന്നിലെ വാഹനം സഡൻ ബ്രേക്ക് ചെയ്തു നിർത്തിയാലും നിങ്ങൾക്ക് സുരക്ഷിതമായി നിർത്താനാകുന്ന അകലം. അടുത്ത ചോദ്യം, നീല നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പ്രതലത്തിൽ വെള്ള നിറത്തിൽ ഹോണിൻ്റെ ചിത്രം വരച്ചിട്ടുള്ള റോഡ് സൈൻ ബോർഡ് കണ്ടാൽ അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്, നിർബന്ധമായും ഹോൺ മുഴക്കണം. നീല നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള പ്രതലത്തിൽ വെള്ള നിറത്തിൽ ഹോണിൻ്റെ ചിത്രം വരച്ചിട്ടുള്ള റോഡ് സൈൻ ബോർഡ് കണ്ടാൽ അർത്ഥമാക്കുന്നത് നിർബന്ധമായും ഹോൺ മുഴക്കണം എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു വാഹനത്തിൽ ലഭ്യമായിട്ടുള്ള റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കേണ്ടത്. ഒരു വാഹനത്തിൽ ലഭ്യമായിട്ടുള്ള റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോൾ. വാഹനം ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കുമ്പോഴാണ് ഒരു വാഹനത്തിൽ ലഭ്യമായിട്ടുള്ള റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കേണ്ടത്. PSC ഡ്രൈവർ എന്ന തസ്തികയിലേക്ക് നടത്തിയ മുൻവർഷ പരീക്ഷകളിൽ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡ്രൈവർ എന്ന തസ്തികയിലേക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്